ക്രിമിനലുകൾ. ഇതൊക്കെ ഫോണെപ്പോഴും ഫോൺ ഓണാക്കി സൈബർ ക്രൈമുമായിട്ട് നടക്കുക ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുന്നവര് ഏതാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് സൈബർ ആളുകൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ 24 മണിക്കൂറും ബൈനോക്കുലർ വെച്ച് നോക്കിയിരിക്കുക ഇവിടെ എന്താണ് വേറെ വീട്ടിലെന്തോ നടക്കാൻ നമുക്കറിയില്ല. നമുക്കെല്ലാം അറിയാം തിന്നുന്നത് എന്തായിട്ട് ചേനയാണ് തിന്നുന്നത്. എന്നാലും ഇങ്ങനെ ഭയങ്കര ഇതാ ലോകം ചേന മാസങ്ങളായിട്ട് ചേനയാണ് തിന്നുന്നത് ചേന. എന്നാലും ഇങ്ങനെ അടിച്ച് വീർപ്പിക്കണം മുഖം വീർപ്പിക്കണം പല വേലകളാ പല ടെക്നോളജി എന്റെ ഇരിപ്പുണ്ട്. ടെക്നോളജി കൊണ്ടാണ് എന്നെ കാണിക്കുന്നത്. ടെക്നോളജി കൊണ്ടാണ് എന്റെ വകവെടുക്കുന്നത്. ടെക്നോളജി എന്റെ ചെറുതിരിപ്പുണ്ട്. സയൻസും ടെക്നോളജിയും കൊണ്ടാണ് റെഡിയാക്കുന്നത്. എന്നെ തെളിവ് സൈഡ് ഇരിപ്പുണ്ട്. തെളിവ് സൈഡ് സയൻസ് ആൻഡ് ടെക്നോളജി റൂൾസ് അവാർഡെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് വേറെ ഇരിക്കുന്നതൊക്കെ ഗ്രാമങ്ങൾ പല പല ഗ്രാമ ചെയ്ത് വല്ലാത്ത ഗ്രാമങ്ങളാ. ഗ്രാമങ്ങളുണ്ടോ എന്നുവെച്ചാ എന്താ പറയുന്നത് കുറെ ഇൻഷുറൻസ് ഡ്യൂട്ടിയാണ് നടക്കുന്ന പോലെ പഠിക്കാത്ത ജാതികൾ പഠിച്ച് നമ്മളെ വെച്ച് എന്തോ മോട്ടിക്കണമെന്ന് ഇൻഷുറൻസ് മോട്ടിക്കാൻ നടക്കുന്നത്. ഞാൻ വക്കീലാവോ ചിലർക്ക് അറിയേണ്ടതായിരുന്നു. വക്കീലായി ഇപ്പം പഠിച്ച് പാസ്സായി കഴിയുമ്പോൾ പിന്നെ വിടാം എന്തുവാ പിന്നെ അവനെ വിടാതെ ആക്കാൻ നോക്കുക. നീ വരുവോടി ചോദിച്ചണ്ട ബുദ്ധിയെടുക്കുന്നവൻ ഇപ്പഴാ നമുക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ കള്ളന്റെ ഇതെല്ലാം ഇത് കള്ളൻ ഇവനെ കൊണ്ട് കള്ളൻ കുറെ അങ്ങനെ നമ്മളെ കഴിക്കുന്നതിനൊക്കെ ആര് അധികാരം കൊടുക്കുന്നത്? ഏതവനെ അധികാരം കൊടുക്കുന്നത് കണ്ടവരെ കഴിക്കാന്? ഏത് അയൽക്കാർക്ക് വേറെ ഒന്നുവാ? അവരവന്റെ കാര്യം നോക്ക്. നിയമം അനുശാസിക്കുന്നവർ ചെയ്താൽ മതി. നിയമം അനുശാസിക്കുന്നത് ഒരാളെ ഭരിക്കാൻ ഒരാൾക്കും അധികാരമില്ല. അവരവന്റെ കാര്യം നോക്ക്. അവയുണ്ടാക്കി നടക്കുക കള്ളക്കഥകള്. ഇവിടെ കള്ളക്കഥകളുണ്ടോ? കള്ളക്കഥകളുമായിട്ട് നടക്കുക. ഇവിടെ എനിക്ക് എന്റെ സ്വത്തൊന്നും നിൽക്കേണ്ട കാര്യമില്ല. വർണ്ണിക്കാവിലെ ഒട്ടും നിൽക്കേണ്ട കാര്യമില്ല. വർണ്ണിക്കാവിലെ ഒരു സെന്റ് സ്ഥലം പോലും നിൽക്കേണ്ട കാര്യമില്ല. വർണ്ണിക്കാവിലോട്ട് നിൽക്കാനുമല്ല ഒരു സെന്റ് സ്ഥലം പോലും ഓരോരു കൊടുക്കാനല്ല. വർണ്ണിക്കാവ് വില്ലേജിലേത് ഓരോരമ്പലം വർണ്ണിക്കാവ് വില്ലേജിലെ ഒരു സെന്റ് സ്ഥലം പോലും കൊടുക്കാനല്ല. തെക്കേക്കര വില്ലേജിലെ കൊടുക്കുമ്പോൾ ഞാൻ ആളുകളെ വിളിച്ച് കൂട്ടിയേ കൊടുക്കത്തുള്ളൂ. ആളുകളെ 3 എണ്ണത്തിനെ വീട് അറിയിച്ചേ കൊടുക്കത്തുള്ളൂ. 3 പേരെ വിളിച്ച് കൂട്ടിയേ കൊടുക്കത്തുള്ളൂ. 3 പേരുടെ മുന്നേറ്റേ കൊടുക്കത്തുള്ളൂ. തെളിവുണ്ടാക്കിയേ കൊടുക്കത്തുള്ളൂ. തെളിവോടെ പണ്ടും ആളുകൾ അറിഞ്ഞാലാണ് കൊടുത്തത്. പണ്ടും ആളുകൾ അറിഞ്ഞാൽ രഹസ്യമായിട്ടൊന്നുമല്ല പണ്ടും കൊടുത്തത്. രഹസ്യമായിട്ട് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒന്നും രഹസ്യമല്ല ഇവിടെ. പ്രത്യേകിച്ച് എന്റെ കാര്യങ്ങൾ ഒന്നും രഹസ്യമല്ല. എന്ത് നടന്നാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നുണ്ട്. എന്ത് കുഞ്ഞു കാര്യം നടന്നാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നുണ്ട്. എങ്ങും അല്ലാതില്ല. മണ്ഡലമൊന്നും നടക്കേണ്ട കാര്യമില്ല എനിക്ക്. എന്റെ അച്ഛനുണ്ടാക്കിയില്ല സർവേ മന്ദിരം. വർണ്ണിക്കാവ് വില്ലേജിലെ ഓരോരമ്പലം 690-510 ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ കണ്ടളത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. കണ്ടളമൊന്നും വരേണ്ട പല പല കഥകളാ. സ്വാമി കമ്പി വഴി കൊണ്ട് വന്നു. സ്വാമിയുടെ 10 തലമുറ സ്വാമിയുടെ 10 ഇനി വരാനിരിക്കുന്ന 1000 തലമുറയുടെ കമ്പി വഴി കൊണ്ട് കയറാനുള്ള കാശ് ഉണ്ടാവുന്നില്ല. ആദ്യം വരത്തില്ല. സാറേപ്പണിക്കാരുടെ വീട്ടിൽ കമ്പി വഴി കൊണ്ട് കയറാനുള്ളത് വേറെ വീട്ടിൽ പോവായിരിക്കും. ഇവിടെ കയറത്തില്ല ഒരാൾ. ഒരു സ്വാമി ആരാ? നിയമവാദിന് ഒരവനും ചേർത്തില്ല. അത് വേറൊരു കാര്യം. നിയമവാദിന് ഒരവനും ചേർത്തില്ല. നിയമവാദിന് ഒരവനും വേറെക്കും നിയമവാദിനും കയറാൻ വല്ല കള്ളുകുടിച്ച് മറിച്ച് നടക്കുന്നവന്മാരെ തോന്നിയാലും കാണിക്കുന്നത്. കള്ളുകുടിച്ച് മറിച്ച് നടക്കുന്നവന്മാര് നിയമത്തിലെ പേരുള്ള ഒരെണ്ണം ചേർത്തില്ല. നിയമത്തിലെ പേരുള്ള ഒരെണ്ണം ഈ പഴിയുന്നത് ചേർത്തില്ല.
കൊല്ലും കൊലയൊക്കെ നടത്തി നല്ല പരിചയം ഉണ്ടെങ്കിൽ കൈ വെച്ചിരുന്നാൽ മതി, ഇങ്ങോട്ട് വേണ്ട. കൊല്ലും കൊലയൊക്കെ നടത്തി നല്ല ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി നല്ല പരിചയം ഉണ്ടെങ്കിൽ കൈ ഇരുന്നാൽ മതി, ഇങ്ങോട്ട് വേണ്ട. ഒരവന്റെ ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും ഇങ്ങോട്ട് വേണ്ട. ക്രിമിനൽ ആക്ടിവിറ്റി കൊല്ലും കൊലയൊക്കെ നടത്തി നല്ല തഴക്കോ പഴക്കോ വന്നിട്ടുണ്ടെങ്കിൽ